ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് തെരണ്ടി മത്സ്യം ഫ്രൈ ചെയ്യുന്നതുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയത് തെരണ്ടിയാണ്. കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി ഞാനിത് കുറച്ച് വെള്ളത്തിലിട്ട് നല്ല ക്ലീനാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് പൊരിക്കാൻ വേണ്ടി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനായി ഒരു പാൻ സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്തതിൻ്റെ മണം വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളിയാണ്, ഒരു കാൽഭാഗമുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നീട് ഒരു 2 ചെറിയ ഉള്ളി, 2 അല്ല 1 അത് കഷ്ണം ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ ഈ വറുത്തെടുത്ത ഫ്രൈ ചെയ്തെടുത്ത പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ച് കൊണ്ടുവരാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിരുന്നു. അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പുളിവെള്ളമുണ്ട്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് അരച്ചെടുത്ത് കൊണ്ടുവരാം. മീൻ കഷ്ണങ്ങൾ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മളിത് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലായിടവും പുരണ്ടുന്ന വിധത്തിൽ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തു. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് ഉലുവയുടെ പൊടിയാണ്. കൂടുതലാവാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞാൽ കയ്പ്പരസം വരും. ഇതൊന്ന് കൈകൊണ്ട് തന്നെ പുരട്ടിക്കൊടുത്ത് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇവിടെ തെരണ്ടിയിൽ നല്ലതുപോലെ അരപ്പ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. വെള്ളം മൂറി വന്നു കഴിഞ്ഞാൽ അതിൽ നല്ലതുപോലെ അതിൻ്റെ അരപ്പ് പിടിച്ച് കിട്ടി എന്നാണ് അർത്ഥം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. കുറച്ച് ഡ്രൈനസ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് മീൻ ഫ്രൈ ചെയ്തെടുക്കാനായി ഞാനൊരു താവ സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇലയിലാണ് എല്ലാ മീനും പൊരിക്കാറ്. ചെമ്മീൻ മാത്രമേ ഞാൻ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാറുള്ളൂ. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഓരോന്നും. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഈ അരപ്പൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിന് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ തെരണ്ടി മത്സ്യത്തെ പറ്റി അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പരന്ന് കിടന്നിട്ട് നീണ്ട വാലായിട്ടുള്ള ഒരു മത്സ്യമാണിത്. ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും. ഇത് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഫ്രഷായിട്ടുള്ള മീനാണിത്. പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് നോക്കൂ. ഇത് മിക്ക ആൾക്കാരും കഴിക്കുകയില്ല തെരണ്ടി. എന്നാലിത് അവിടെ നിന്ന് ഫ്രൈ ആയി വരട്ടെ. എന്നിട്ട് നമുക്ക് ഒരു പ്രാവശ്യം മറച്ചിട്ട് കൊടുക്കണം. ഇതിവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ ഇതിൽ തവയിലിട്ടപാട് തന്നെ ഫുൾ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഡ്രൈനസ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊന്ന് വെന്ത് കിട്ടണം. ഇത് നല്ലോണം വേവേണ്ട ഒരു മത്സ്യമാണ്. ഇവിടെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം അതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ നിന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കറുപ്പ് ഭാഗമുണ്ടല്ലോ, അതിന് കാക്കത്തേരണ്ടി എന്നാണ് വിളിക്കാറ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുവാനൊക്കെ. ഇതുപോലെ ഫ്രഷായി നല്ല ഒരു മീൻ കണ്ടോ. ഇത് അതിൻ്റെ ഇറച്ചി
മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് റെഡിയായി. ഇതാ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഫസ്റ്റിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ലാസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം. ഇത് കുറേ സമയം പിടിച്ചുകൊണ്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാൽ ഇതിവിടെ റെഡിയാണ്. എന്നാൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ഒരു ലൈക്കും കൂടി തരണേ.